നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ ഒന്നിൽ രക്ഷപ്പെട്ടു, രണ്ടിൽ രക്ഷപ്പെട്ടു, ഏറ്റവും ഒടുവിൽ മൂന്നാമത്തേതിൽ ഒന്നിപ്പഴിച്ച മൂന്നാണല്ലോ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. അതിവിദഗ്ധമായി തന്നെ രാഹുലിനെ നേരത്തെയും വിവാദങ്ങളിൽ, രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തന്നെ നിറഞ്ഞിരുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. ആ 2002 റൂമിൽ നിന്നും നീലപ്പെട്ടി ഇതൊക്കെ തന്നെ എന്തോ ഒരു യാദർശികമായി പറയുന്ന ഒരു വിഷയമാണ്. എന്നാൽ പോലും ഇപ്പോഴത്തേന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഒന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ഒക്കെ തന്നെ ഊരിപ്പോയതുപോലെ വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമായി ഇതിനെ കരുതാൻ കഴിയില്ല. കാരണം പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു, ശാരീരികമായി ഉപദ്രവിച്ചു, അതും വളരെ വൈകൃതമായ ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ഭ്രൂണഹത്യ ചെയ്ത ആ ഭ്രൂണം ഇപ്പോഴും താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. DNA ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായ തെളിവ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഉറപ്പായും രാഹുലിനെ അകത്താക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അല്ല, ഇതിൽ രാഹുൽ ഇപ്പോൾ റിമാൻഡിലാകുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നാം കേസിലും രണ്ടാം കേസിലും രാഹുൽ എന്ന പോലീസിന് മുന്നിൽ പിടികൊടുത്തിരുന്നു. അതെ, പാലക്കാട് നിന്ന് അതിവിദഗ്ധമായി കടന്നു കളഞ്ഞു. അന്നും രാഹുൽ അറസ്റ്റിലായാൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ റിമാൻഡ് ചെയ്യപ്പെട്ടേനെ. പുറത്തു നിന്ന് രാഹുൽ അന്ന് നല്ല ഫലപ്രദമായി കളിച്ചു. അഭിഭാഷക സംഘത്തെ ഇറക്കി കളിച്ചു. കോടതിയിൽ വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ജാമ്യാപേക്ഷ നൽകി. നമ്മൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ കണ്ടതാണ്, പിന്നീട് ഹൈക്കോടതിയിൽ കണ്ടതാണ്. അപ്പോൾ ആ വളരെ സൂക്ഷ്മതയോടെ തയ്യാറാക്കിയ ജാമ്യാപേക്ഷയിൽ രാഹുൽ യുവതികളുമായുള്ള ബന്ധം നിഷേധിക്കുന്നില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധം എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ജാമ്യാപേക്ഷയാണ് നൽകിയത്. ആ 2 കേസുകളിലും ഗർഭചിത്ര പരാതി ഉയർന്നത് ആദ്യ കേസിൽ. അതിൽ കൃത്യമായി രാഹുൽ പറയുന്നു ഗർഭചിത്രത്തിന് താൻ പ്രേരിപ്പിച്ചിട്ടില്ല എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ ആദ്യം ജില്ലാ സെഷൻസ് കോടതിക്ക് ചില സംശയങ്ങൾ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്തുണ്ടായിരുന്നു. അത് ഹൈക്കോടതിയിലെത്തിയപ്പോൾ വീണ്ടും രാഹുലിലേക്ക് അനുകൂലമാകുന്ന ഒരു കാഴ്ച, ശാസ്ത്രീയമായി നടത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അതെ, പിന്നീട് രാഹുലിലേക്ക് അനുകൂലമാകുന്ന ഒരു കാഴ്ച കണ്ടു. ഇവിടെയും രാഹുലിനെ വളരെ കൗശലപൂർവ്വം പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് ഇന്നലെ രാത്രി 12:30 സമർത്ഥമായി പിടികൂടാൻ പൂങ്കുഴലിക്ക് കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ കേസിലും ഒരു പക്ഷേ രാഹുൽ രക്ഷപ്പെട്ടേനെ. ഒന്ന്, യുവതി ആരോപിക്കുന്നത് അതിക്രൂരമായ ബലാത്സംഗം നടന്നുവെന്നാണ്. എന്നാൽ ഇപ്പോൾ പൂങ്കുഴലിയുടെ ആദ്യ ചോദ്യം ചെയ്യലിൽ ഒരു ചെറുചിരിയോടെ രാഹുൽ പറയുന്നത് ബലാത്സംഗം നടന്നിട്ടില്ല. അപ്പോൾ രാഹുൽ ഇവിടെയും ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് തങ്ങൾക്കിടയിൽ നടന്ന ലൈംഗിക ബന്ധം. ഇതായിരിക്കും രാഹുലിൻ്റെ വാദം. അതുകൊണ്ടാണ് വളരെ കൂളായി ഇന്ന് പോലീസ് ചോദ്യം ചെയ്യലിന് മുന്നിൽ രാഹുൽ നിൽക്കുന്നത്. 2 ഘടകങ്ങളുണ്ട് അതിൽ ഒരുപക്ഷെ രാഹുൽ കോടതിയിൽ വാദിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, വിദേശത്തായിരുന്നു യുവതി. വിദേശത്ത് ഭാര്യാഭർത്തൃ ബന്ധം തുടരുന്നതിനിടയിലാണ് യുവതി രാഹുലുമായി ബന്ധപ്പെടുന്നത്. അവർ ഔദ്യോഗികമായി വേർപിരിഞ്ഞിട്ടില്ല. യുവതി രാഹുലുമായി സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു. ഇരുവർക്കുമിടയിൽ ഒരു ബന്ധം വളരുന്നു, സൗഹൃദമാകുന്നു, പിന്നീട് പ്രണയത്തിലേക്ക് കടക്കുന്നു. ഇത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഒരു സെൽഫ് അഡ്മിഷൻ അവിടെ ഉണ്ട്. അപ്പോൾ പ്രണയത്തിലായതിനു ശേഷമാണ് യുവതി വിദേശത്ത് നിന്ന് കേരളത്തിലെത്തുന്നത്. തിരുവല്ലയിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുന്നു. തിരുവല്ലയിൽ വെച്ച് കണ്ടുമുട്ടുന്ന കാര്യം യുവതി പരാതിയിൽ പറയുന്നത് തന്നോട് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് കാത്തിരിക്കാൻ രാഹുൽ ആവശ്യപ്പെടുന്നു. പക്ഷെ താൻ രാഹുലിനൊന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഒരു സ്വകാര്യ ഇടത്തിലായിരിക്കണമെന്ന് രാഹുൽ ശഠിച്ചു എന്നാണ് യുവതി പറയുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായൊരു സംശയം കോടതിയിൽ ഉയർന്നേക്കാം. കോടതി പോലും ഒരു ചോദ്യം ചോദിക്കും. വിദേശത്ത് നിന്ന് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഒരു പ്രശ്നം പറഞ്ഞ് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ സമീപിച്ചു? 2, രാഹുൽ ഹോട്ടൽ മുറിയിൽ വെച്ച് കാണാം ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ എന്തിനത് അഡ്മിറ്റ് ചെയ്തു? അപ്പോൾ ഒരു പ്രായപൂർത്തിയായ യുവാവും യുവതിയും തമ്മിൽ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് കാണുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല പ്രത്യക്ഷത്തിൽ. പക്ഷേ ഇവിടെ ചില സംശയങ്ങൾ പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. 2, ആദ്യ കാഴ്ചയിൽ അതിക്രൂരമായി രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി പറയുന്നത്. പിന്നീട് ഓർക്കണം, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പരാതിയിൽ പറയുമ്പോഴും ഗർഭചിത്രം അവിടെ നടന്നിട്ടില്ല. ഗർഭം സ്വയം അലസിപ്പോയതാണ് എന്ന് യുവതി പറയുന്നു. യുവതി ഗർഭിണിയായി എന്നതിൻ്റെ ഒരു തെളിവായ ഭ്രൂണം സൂക്ഷിക്കുന്നു. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എങ്കിൽ രാഹുലിനെ നിയമപരമായി വീഴ്ത്താൻ ഈ കേസിലും കഴിയില്ല. ഞാനിത് പറയുന്നത് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടല്ല, അതിജീവിതയെ വിമർശിക്കുന്നതുമല്ല. നിയമപരമായി ഞാനിപ്പോൾ 1-2 അഭിഭാഷകരുമായി സംസാരിച്ചു. അവർ പറയുന്ന ചില പോയിന്റുകളാണ്.
നിയമപരമായി അത്ര എളുപ്പമായിരുന്നില്ല. ഇന്നലെ രാത്രി സമർത്ഥമായി രാഹുലിനെ കുരുക്കിയില്ലായിരുന്നു എങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയിലൂടെ രാഹുലിനെ വീഴ്ത്തിയെടുക്കാൻ. ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ വളരെ സമർത്ഥമായി അന്വേഷണ സംഘം രാഹുലിനെ കുഴിയിൽ ചാടിച്ചു. അതെങ്ങനെ? ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രിക്ക് സാധാരണ പോലെ തന്നെ, ഇപ്പോൾ ഇമെയിൽ പരാതികളാണല്ലോ, ഇമെയിൽ ഒരു പരാതി വരുന്നു, മുഖ്യമന്ത്രി അതീവ രഹസ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം ചെവി അറിയാതെ ഈ രാഹുലിനെ കൊടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. അതിനെ പോലീസിനെ അഭിനന്ദിക്കുന്ന ധാരാളം പേരുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ. പോലീസിൻ്റെ വലിയ വീരകൃത്യമായി അത് പോലീസിന് അത് ചാർത്തി കൊടുക്കണം. കാരണം പോലീസ് ഒരു കുറ്റവാളിയെ വേട്ടയാടി വീഴ്ത്തി എന്ന മട്ടിൽ ആഘോഷിക്കുകയാണ്. മറുവശത്ത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മറ്റൊരു തലത്തിലാണ്. ഇന്ന് ഇടതുപക്ഷം, CPM, ഭരണകൂടം ഏറ്റവും അധികം വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചത് രാഹുൽ മങ്കൂട്ടത്തിനാണ്. പക്ഷെ ഒന്നാം കേസിലും രണ്ടാം കേസിലും വീഴ്ത്താൻ കഴിഞ്ഞില്ല. ഈ രണ്ട് കേസുകളിലും പിന്നീട് പിണറായി വിജയനെ തിരിച്ചു നിന്ന് തെറി പറയുന്ന രാഹുലിനെ കാണുന്നത്. ക്യാപ്റ്റൻ അട്ടപ്പടലം വീണു എന്ന് പറഞ്ഞ് 2 ദിവസം മുൻപ് ഒരു പോസ്റ്റ് കൂടെയുള്ളവരൊക്കെ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ കടലിലേക്ക് എടുത്തിയാടുന്നു. അത് നമുക്കറിയാം, റെജി ലൂക്കോസിൻ്റെ ഒരു ചൂട് BJP പ്രവേശനത്തെ തുടർന്നാണ് രാഹുൽ അത്തരം ഒരു കമൻറ്റ് ഇട്ടത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കട്ടയ്ക്ക് നിൽക്കുന്നു, പാലക്കാട് നിറഞ്ഞു നിൽക്കുന്നു, പാലക്കാട് വീണ്ടും രാഹുൽ മത്സരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ആകെ കൂടി രാഹുൽ വീണ്ടും പഴയ ഹൈപ്പിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് മൂന്നാം പരാതി കാനഡയിൽ നിന്ന് ഇമെയിലിലൂടെ മുഖ്യമന്ത്രിക്ക് എത്തുന്നത്. ഈ പരാതിക്കാരിയെ നമുക്ക് സംശയിക്കേണ്ടതില്ല. കാരണം 1ഉം 2ഉം പരാതിക്കാരിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് രാഹുൽ കോടതിയിലും പൊതുസമൂഹത്തിന് മുന്നിലും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ബന്ധത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ പരാതിക്കാരികളൊക്കെ ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ അംഗീകരിക്കാൻ കഴിയുന്നത് രാഹുൽ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിരം സ്വഭാവ വൈചിത്ര്യങ്ങളുള്ള ഒരാൾ എന്ന നിലയിൽ പെൺകുട്ടി പറയുന്നതിനെ നമുക്ക് നിഷേധിക്കേണ്ട. പക്ഷേ ഇവരുടെ ബന്ധം, ഈ ബന്ധത്തിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ രാഹുൽ നടത്തിയത് അതിക്രൂരമായൊരു ബലാത്സംഗം. ഇതാണ് യുവതിയുടെ പരാതിയിലുള്ളത്. കണ്ട മാത്രയിൽ ശരീരത്തിലേക്ക് ചാടി വീഴുന്നു, ഒരു വേട്ടപ്പട്ടിയെ പോലെ ദേഹമാകെ മുറിപ്പാടുകൾ വരുത്തുന്നു, മുഖത്തേക്ക് തുപ്പുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഭയാനകമായ ഒരു വ്യക്തിത്വ വൈകൃതമാണ്, രതി വൈകൃതമാണ്. ഇതൊരു സാഡിസ്റ്റ് സ്വഭാവമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത്ര വലിയൊരു സാഡിസ്റ്റാണോ ഇയാൾ? ഇത്ര വലിയൊരു സാഡിസ്റ്റിനെ എങ്ങനെ കേരളം ഇത്രയേറെ കാലം തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പം നടത്തി? അതോ ഈ പരാതിയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടി ആരോപണങ്ങൾ ഇത്തരത്തിൽ എഴുതി പിടിപ്പിച്ചതാണ്? നമുക്കറിയില്ല. ഇതൊക്കെ കോടതി തീരുമാനിക്കണം. ആദ്യ കൂടിക്കാഴ്ചയിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു യുവാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച യുവതി, ആ യുവാവിലൂടെ ഗർഭിണിയായ യുവതി, അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. യുവതി പറയുന്നു ഓവുലേഷൻ ടൈമാണെന്ന്. ഇത് പറഞ്ഞിട്ടും അയാൾ അതൊന്നും ചെവിക്കൊണ്ടില്ല എന്ന്. ഈ വലിയ സാഡിസ്റ്റുകളായ ഇത്തരം രതിവൈകൃതക്കാരെ നേരിടാൻ യുവതികൾക്ക് പലപ്പോഴും കഴിയാറില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതൊരു വിദേശത്തൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു യുവതിയാണ്. ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ ധൈര്യപൂർവ്വം ഒരു യുവനേതാവിനെ കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു യുവതിയാണ്. അവർക്ക് തീർച്ചയായും തിരുവല്ലയിലെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് തൻ്റെ നേർക്ക് അതിക്രൂരമായ ആക്രമണം നടത്തുന്ന ഒരു യുവാവിനെതിരെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ അതിനെ നിഷേധിക്കാനും തകർക്കാനുള്ള അവകാശമുണ്ട്. എത്ര വലിയ വീര്യത്തോടെ ഇയാൾ ആക്രമണത്തിന് ശ്രമിച്ചാലും, അതിശക്തമായി ഈ യുവതി പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അയാളുടെ ഉത്തേജനം നഷ്ടപ്പെടാം. ഞാൻ പറഞ്ഞു വരുന്നത് ഗർഭിണിയാക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടാനെ. പക്ഷെ അത്തരം സാന്ദർഭികമായ കാര്യങ്ങളൊന്നും പരാതിയിലില്ല. ഇനി മൊഴിയിൽ വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. പരാതിയിൽ മാത്രമല്ല, ഈ സംഭവ പരമ്പരയിൽ ഇത് ആ തലത്തിൽ ഇതിൻ്റെ സംശയങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കേരളം ഇനി ഭയക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു കൂട്ട ആക്രമണമാണ്. രാഹുൽ എന്ന ലൈംഗിക വേട്ടക്കാരനെതിരെ, രതിവൈകൃതക്കാരനെതിരെ അതിശക്തമായ ഒരാക്രമണത്തിനാണ് ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത്. അത് ഇന്നലെ KPM ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടു. അവിടെ സ്ത്രീകളടക്കമുള്ള പോലീസ് 8 അംഗ സംഘമാണ് രാഹുലിനെ കൊടുക്കാനായി ചെന്നത്. ഇനി റൂമിൽ വേറെ സ്ത്രീകളുണ്ടോ എങ്കിൽ നിർബന്ധമായും വനിതാ പോലീസ് ഒപ്പം വേണമല്ലോ. അപ്പോൾ അതിശക്തമായ ഒരു കോമ്പിംഗ് ഓപ്പറേഷനിലൂടെ രാഹുലിനെ അവിടെ നിന്ന് തൂക്കിയെടുത്തു. ആലത്തൂരിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ആദ്യം ഓടിയെത്തിയ PAയോട് പറഞ്ഞത്. പക്ഷെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് പത്തനംതിട്ട AR ക്യാമ്പിൽ കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്തേക്ക് പോലുമല്ല. ഇതുവരെയുള്ള പോലീസിൻ്റെ ഓപ്പറേഷൻ വളരെ സൈലൻറ്റ്
കില്ലിംഗ് മോഡിലാണ്, ഒരു സൂക്ഷ്മതയുള്ള ഓപ്പറേഷൻസാണ്, ഫുൾ പ്രൂഫായി രാഹുലിനെ കുടുക്കി. ഇനി ഈ കേസ് കോടതിയിൽ നിന്നില്ല എങ്കിൽ വലിയൊരു തിരിച്ചടിയായി മാറും. ആ കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കൃത്യതയോടെയുള്ള തെളിവുകൾ വേണം. ഇപ്പോൾ പുറത്തു വന്ന ഈ തെളിവുകളിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ ഇരുവർക്കുമിടയിൽ ബന്ധമുണ്ടായത്? അത് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. യുവതിയുടെ ആരോപണങ്ങളുടെ കാലപ്പഴക്കം അതൊക്കെ ഇനിയും നിർവചിക്കും. ഒരു സംശയമായി പറയുന്നത് 2024 ഏപ്രിൽ മാസം 24 അന്നാണ് ഈ സംഭവം ഉണ്ടായതായി പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിനോട് അടുക്കുന്ന ഒരു സാഹചര്യമാണ്. 1.5 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം യുവതി എന്തിന് ഭ്രൂണം സൂക്ഷിച്ചു വെച്ചു എന്നൊരു വിമർശനം ഒരു കോണിൽ നിന്ന് പലരും ഉയർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അങ്ങനെ ഒരു കമൻറ്റ് കാണുന്നുണ്ട്. കാരണം ഇത് ഒരു പിണറായി സർക്കാരിൻ്റെ വേട്ടയാണ് രാഹുലിനെതിരെ എന്നുള്ളൊരു പ്രതീതിയായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ബലം നൽകുന്ന രീതിയിലാണ് ഈ ഒരു ചോദ്യം, യുവതിക്കെതിരെ ഒരു വിമർശനം ഇത്തരത്തിൽ ഉയർന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്നായിരുന്നാലും രാഹുലിനെതിരെ പരാതി കൊടുക്കുമെന്ന് ഉറപ്പിച്ചായിരുന്നോ യുവതി നിന്നത് എന്നൊരു സംശയമുണ്ടായി. അല്ല, പറ്റിച്ചുപോയ നിന്നെ വീഴ്ത്തും എന്നുള്ളത് ആ പരാതിയുടെ ഒരു പൊതു സ്വഭാവം. കാരണം ചതിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ താൻ തെളിവുകൾ സൂക്ഷിച്ചു എന്നാണ് യുവതി പറഞ്ഞത്. അപ്പോൾ ഗർഭിണിയായതിന് തൊട്ടു പിന്നാലെ അവിടെ ഒരു സംശയം വരുന്നുണ്ട്. ചതിക്കപ്പെടും എന്ന അവസരം വരുമ്പോൾ അതുവരെ ഉഭയസമ്മതമല്ലേ എന്നൊരു ചോദ്യം കൂടി. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം പ്രസക്തമാണ്. മറുവശത്ത് യുവതി പറയുന്നത് ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഭ്രൂണത്തെ സംശയിച്ചു എന്നാണ്. അതെ, തൻ്റെ ഭ്രൂണത്തെ സംശയിച്ചു, ഇതാരെങ്കിലും നിന്ന് വന്നതാകാം എന്നൊക്കെ ഇയാൾ പറഞ്ഞുവെന്നാണ് യുവതിയുടെ പരാതിയിലുള്ളത്. തുടർന്നാണ് ഭ്രൂണം സൂക്ഷിച്ചത്. DNA പരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് രാഹുലിനോട് പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. കാരണം യുവതി കേരളത്തിലെത്തുന്നു, രാഹുലുമായി ആദ്യ കൂടിക്കാഴ്ച, തുടർന്ന് രാഹുലിൻ്റെ ഇതെന്ന് പറയുന്ന ഈ ഭ്രൂണം സൂക്ഷിക്കുന്നു. പക്ഷെ അതിനുശേഷവും രാഹുലിന് പണം കൈമാറിയെങ്കിൽ ഇരുവർക്കും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റ് അന്വേഷിച്ച് പാലക്കാട് ഒരു ബിൽഡറുടെ ഓഫീസിലെത്തിയെങ്കിൽ, ഇയാൾക്ക് 2 വട്ടം UK പറക്കാനുള്ള പണം കൈമാറിയെങ്കിൽ അതൊക്കെ എന്തിനു വേണ്ടി? അപ്പോൾ സാമ്പത്തിക ചൂഷണം ആരോപിക്കുമ്പോഴും ഈ ചോദ്യങ്ങൾ അർത്ഥവത്താണ്. ഇതിൽ അടിമുടി ചില സംശയങ്ങൾ നിഴലിക്കുന്ന അതുകൊണ്ടാണ്. മറുവശത്ത് നമുക്ക് ഒരു തരത്തിലും രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അയാൾ ഒരു പെൺവേട്ടക്കാരനാണ് എന്നത് ഉറപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അയാളുടെ ഒരു വ്യക്തി വീഴ്ച എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, സ്വഭാവ വൈകൃതമെന്ന് പറയാം, രതി വൈകൃതമെന്ന് പറയാം. ഏതായാലും അയാളിലേക്ക് എത്തുന്ന ഒരു പിടി വിവാഹിതരായ സ്ത്രീകൾ, അവരുടെ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ സ്ത്രീകളൊക്കെ ഇയാളെ സമീപിക്കുന്നതെന്ന് പറയുന്നത്. അതൊരു സ്ഥിരം പല്ലവിയാണ്. സാധാരണ വിവാഹിതരായ സ്ത്രീകൾ മറ്റ് ഇണയെ തേടി പോകുമ്പോൾ, മറ്റ് ബന്ധങ്ങൾ സ്ഥാപിക്കാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്ഥിരം പറയുന്നൊരു പല്ലവിയാണ്, എൻ്റെ അയാൾ ശരിയല്ല. അത് നമുക്ക് ആ ഘട്ടത്തിൽ പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ഭർത്താവുമായി ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ സമീപിക്കുക, അവരുടെ മാതാപിതാക്കളോട് പറയാം, ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളോട് പറയാം, അല്ലെങ്കിൽ പോലീസ് മേധാവികളോട് പറയാം, അല്ലെങ്കിൽ നിയമപരമായ പരാതികൾ കൊടുക്കാം. ഇതല്ലാതെ ദാമ്പത്യത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇയാൾക്ക് എന്താണ് പ്രത്യേക കഴിവുണ്ടോ? അപ്പോൾ ഇയാളിലേക്ക് ആകർഷിക്കപ്പെട്ട് സ്ത്രീകൾ ചെല്ലുന്നു എന്നത് ഒരു പരമമായ സത്യമാണ്. അത് ഒരുപക്ഷെ ഇയാളുടെ ഒരു സൗന്ദര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇയാളുടെ വളരെ ഷാർപ്നെസ്സോടുകൂടിയുള്ള പൊളിറ്റിക്കൽ ഇടപെടലുകളോടുള്ള ഒരു ആരാധനയാവാം, അതല്ലെങ്കിൽ അയാളുടെ ഒരു യൂത്ത് സ്റ്റേച്ചർ കൊണ്ടാവാം. ഏതായാലും രാഹുലിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ ആകർഷിക്കപ്പെടുന്ന സ്ത്രീകളെ ഉപയോഗിക്കുന്ന രാഹുലിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് വലിയൊരു ചൂഷണമാണ്. മറുവശത്ത് ഈ സ്ത്രീകളോടൊക്കെ വിവാഹ വാഗ്ദാനം നൽകിയെന്നാണ് സ്ത്രീകൾ പറയുന്നത്. അതൊക്കെ കോടതിയിൽ തെളിയിക്കണം. അവിടെ ഈ വിവാഹ വാഗ്ദാനത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ആദ്യ പരാതിക്കാരിയോട് തന്നെ കോടതി ചോദിച്ചു, 2ാം പരാതിക്കാരിയോട് തന്നെ കോടതി ചോദിച്ചു. അതേ ആരോപണമാണ് ഈ 3ാം പരാതിക്കാരിയും ഉയർത്തുന്നത്. എല്ലാ പരാതികൾക്കും ഒരു പൊതു സ്വഭാവം. എല്ലാ പരാതിക്കാരികളോടും ഇയാൾ പറയുന്നു കുഞ്ഞിനെ വേണമെന്ന്. അപ്പോൾ കേരളത്തിന് ബോധ്യം വരാത്ത തലത്തിൽ, കേരളം ദഹിക്കാത്ത തലത്തിലുള്ള ഒരു നേച്ചറിലാണ് ഈ പരാതികളൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോൾ രാഹുൽ ഒരു വൈകൃതക്കാരൻ മാത്രമല്ല, അയാളുടെ സ്വഭാവം പോലും ഇത്രമാത്രം ഒരു മ്ലേച്ഛമാണോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ ഈ പരാതിക്കാരിയുടെ ഒക്കെ അടിസ്ഥാനപരമായ പ്രശ്നം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ചില സംശയങ്ങൾ തോന്നുന്നത്. നിയമപരമായി എത്രമാത്രം ഈ കേസുകൾ നിലനിൽക്കും എന്നുള്ള സംശയവും ശക്തമാകുന്നത്. ഇവരൊക്കെ അങ്ങോട്ട് ചെന്നതാണ്, രാഹുലിനെ തേടി ചെന്നതാണ്. ഇവരൊക്കെ പറയുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരിചയപ്പെട്ടു, പിന്നീട് സൗഹൃദമായി, പ്രണയമായി, അയാളെ കാണാൻ ഒറ്റയ്ക്ക് ചെന്നു,
അയാൾ ഉപയോഗിച്ചു. ആദ്യ പരാതിക്കാരിയെ അവരുടെ ഫ്ലാറ്റിൽ വെച്ചാണ് ഇയാൾ കൂടിക്കാഴ്ച നടത്താൻ ചെന്നതെങ്കിൽ രണ്ടാം പരാതിക്കാരിയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് ഇയാളുടെ വീട്. തിരുവല്ലയിൽ ഒക്കെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് ഇയാൾ കടന്നു ചെല്ലുമ്പോൾ അതിന് അന്യായ കട്ട്സ് വേണമല്ലോ. കാരണം ആളുകൾ തിരിച്ചറിയും പെട്ടെന്ന്, ഹോട്ടലുകാർ തിരിച്ചറിയും ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ളൊരു മുറിയിലേക്ക് ഇയാൾ കടന്നു ചെല്ലുന്നത്. സ്റ്റാഫിനെയൊക്കെ താഴെ ഇരുത്തിയായിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്കങ്ങനെ പൂർണ്ണമായി ദഹിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്തൊക്കെയോ ദുരൂഹതകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. പക്ഷേ വളരെ ബുദ്ധിപരമായി കൗശലപരമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭരണകൂടം പോലീസ് വീഴ്ത്തിയിരിക്കുന്നു. അത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോഴും ഇപ്പോൾ യുവമോർച്ചയുടെ അടക്കം സമരപരിപാടികളും പ്രതിഷേധവും ഒക്കെ കേരളത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അവിടെ അവരൊക്കെ തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട്. പെൺവേട്ടക്കാരൻ രാഹുലിനും കൂട്ടുനിന്നത് ഷാഫിയാണെന്ന രീതിയിലാണ്. ഷാഫിക്കെതിരെയുള്ള ആക്രമണവും ഈ ഒരു അവസരത്തിൽ നല്ലൊരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരോട് ഇപ്പോൾ പ്രത്യേകിച്ച് ചോദ്യമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം മുരളീധരൻ തന്നെ പറയുന്നുണ്ട് ഉദയനൻ എത്ര മതിലിടും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുമാത്രമല്ല കൃത്യസമയത്ത് തന്നെ പാർട്ടി നടപടി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ കാര്യം ഇനി പാർട്ടിയോട് ചോദിക്കേണ്ട, പക്ഷേ ഷാഫിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അല്ല, ഷാഫിക്കെതിരെ ഇതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. രാഹുലിൻ്റെ ഗുരു അല്ലെങ്കിൽ രാഹുലിൻ്റെ സഹോദര തുല്യമായി പാർട്ടിയിൽ നിൽക്കുന്നയാൾ എന്ന നിലയിൽ തുടക്കം മുതൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഷാഫിയുടേത്. ഷാഫി രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഒരു വടക്കൻ മലബാറിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ജീവസ്പന്ദനം നമുക്ക് പൂർണ്ണമായിട്ടും ഷാഫിയിലൂടെ കാണാം. ഷാഫിക്കെതിരെ ആരോപണങ്ങൾ പരാതിയായി ഉയർന്നു വരാത്തിടത്തോളം കാലം അത്തരം ആരോപണങ്ങളിൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് ഈ കോൺഗ്രസിലുള്ളൊരു പൊതു സ്വഭാവമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് എന്നല്ല, CPM-ലും എല്ലാ നേതാക്കൾക്കിടയിലും ഇത്തരം ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. അതാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത്. ഇതൊരു മര്യാദയില്ലാത്ത പോക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഇത്തിരിയൊക്കെ സൂക്ഷിക്കേണ്ടേ. ഒന്ന്, വിവാഹം കഴിക്കാത്ത ഒരു യുവാവാണ്. ഇത്തിരി സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തേണ്ട ഘട്ടമാണ്. കാരണം എല്ലാ ഏടാകൂടത്തിലും ചെന്ന് വീണ് ജീവിതവും കരിയറുമൊക്കെ റിസ്ക് ചെയ്ത ഒരു വിഡ്ഢിയാനാണോ ഇവൻ എന്ന ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുതന്നെയാണ് രാഹുലിനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ രാഹുലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്ത എല്ലാവരെയും നമുക്ക് വിമർശിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം ഒരു സാഹചര്യം എന്തിനാണ് സൃഷ്ടിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള പെൺവേട്ടക്കാരുണ്ട് സമൂഹത്തിലെന്ന് തിരിച്ചറിഞ്ഞ് വേണം യുവതികളും പെരുമാറാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ ഒരു നിമിഷം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യത്തെ പരാതിക്കാരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ CPM നേതാക്കളൊക്കെ തന്നെ പോസ്റ്റുമായും കുറിപ്പുമായും പ്രതികരണവുമായും ഒക്കെ തന്നെ രംഗത്ത് വരുന്നുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നാലും രാഹുലിനെ അകത്തിട്ടില്ല എങ്കിൽ അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്ന് തന്നെയാണ് CPM നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ രാഹുൽ ഏതറ്റം വരെ സർക്കാർ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നു. രാഹുലിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളൊരു സംശയം കൂടി നിൽക്കുന്നുണ്ട്. അല്ല, രാഹുലിനൊരു ഭാവി ഉണ്ടാകുമോ എന്നത് അല്ല, അതൊക്കെ കാലം നിശ്ചയിക്കട്ടെ. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. രാഹുലിൻ്റെ നാളുകളിൽ എങ്ങനെ നമുക്കറിയാം, പണ്ട് ഉടുതുണിയില്ലാതെ പിടിച്ചു കെട്ടി ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നവരൊക്കെ ഇന്ന് വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നു. അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് രാഹുലിൻ്റെ ഭാവി ഇപ്പോൾ നിർവചിക്കാൻ നമുക്ക് കഴിയില്ല. മറുവശത്ത് ഈ ആദ്യ അതിജീവിതയുടെ ഇപ്പോഴത്തെ കുറിപ്പ് നമുക്കതിൻ്റെ ഒരു സാരാംശത്തിലെടുക്കാം. ലക്ഷ്മി പത്മ മറ്റൊരു കുറിപ്പിട്ടിട്ടുണ്ട്. 3 കുട്ടികളുടെ കുഞ്ഞാറ്റ എന്തോ 3 അറിയാൻ എന്നൊക്കെ പറഞ്ഞ 3 കുട്ടികൾ, 2 കുഞ്ഞാറ്റകളെ കുറിച്ച് നമുക്ക് അറിയത്തുള്ളൂ. മൂന്നാമത്തെ ഏതാണെന്ന് നമുക്കറിയില്ല. അവർക്ക് അതേക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം 3 കുഞ്ഞാറ്റകളുടെ പേര് അവർ കുറിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഗർഭിണികളാക്കപ്പെട്ട സ്ത്രീകൾ, ആദ്യത്തെ പരാതിക്കാരി, അവർ സ്വയം ഗുളിക കഴിച്ച് ഗർഭചിത്രം നടത്തി രാഹുൽ പ്രേരിപ്പിച്ചു എങ്കിലും അവരത് കുഞ്ഞിനെ അത്രയേറെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഗർഭചിത്രത്തിന് അവർ മുതിരേണ്ടതില്ലായിരുന്നു. എല്ലാറ്റിനും ഒടുവിൽ മൂന്നാമത്തേത് ഗർഭചിത്രമല്ല, സ്വയം അലസിയതാണ്, മാനസിക സംഘർഷം മൂലം അലസിയതാണ് എന്ന് പറയുന്നു. അതിൻ്റെ വൈദ്യശാസ്ത്ര കാരണം നമുക്കറിയില്ല. പക്ഷേ ഗർഭം അലസിപ്പോയി, അതിൻ്റെ ഭ്രൂണ അവശിഷ്ടം സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞാറ്റകൾ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട വളരെ കുഞ്ഞുങ്ങൾ എന്നൊക്കെയുള്ളൊരു വൈകാരിക തലം സൃഷ്ടിക്കാമെന്നല്ലാതെ അതിലൊന്നും വലിയ യുക്തിയുടെ ബലമില്ല. ഇത്തരം ഭ്രൂണം സൂക്ഷിച്ച് രാഹുലിനെ എന്തെങ്കിലും ഒരിക്കൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് വീഴ്ത്തിയെടുക്കാം എന്നൊരു കണക്കുകൂട്ടൽ 3ാം പരാതിക്കാരിക്കുണ്ടായിരുന്നു.
ആദ്യ പരാതിക്കാരുടെ ഉള്ളിൽ വലിയ വാശിയുണ്ട്, നമുക്കറിയാം. ആ വാശിയാണ് ഇപ്പോൾ ഇത്തരം പോസ്റ്റുകളിലൂടെ പ്രകടമാകുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു വലിയ വാശി നിൽക്കുന്നു. കാരണം ഇതൊരു പോരാട്ടത്തിൻ്റെ തലത്തിലേക്ക് കടക്കും. ആദ്യം ഒരു പരാതിയാണ്, പിന്നീട് പോലീസ് പിന്നാലെ കൂടും. അവിടെ വേട്ടക്കാർ അവരുടെ ഭാഗം ന്യായീകരിക്കാനും പോരാടാനും ശ്രമിക്കും. പോലീസ് ചിലപ്പോൾ പരാജയപ്പെടും. അപ്പോഴൊക്കെ തോൽപ്പിക്കപ്പെടുന്നത് തങ്ങളാണ് എന്ന് ഇത്തരം പരാതിക്കാർക്ക് തോന്നും, അല്ലെങ്കിൽ അതിജീവിതകൾക്ക് തോന്നും. അപ്പോൾ സ്വാഭാവികമായൊരു വാശി വളരും. അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു പെരുംവാശി വളരും. അതൊക്കെ ഈ വേട്ടക്കാരൻ അന്ത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ബാക്കിയാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ആക്രോശങ്ങൾ ഇനിയും ഉയരും. രാഹുൽ നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ. ധാർമ്മികമായി ഒരിക്കലും അയാൾക്ക് ഇനി ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൽ തെറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും വീഴ്ചകൾ എല്ലാ ഭാഗത്തുമുണ്ട്. മറുഭാഗത്താകട്ടെ രാഹുൽ ഈശ്വർ ഇപ്പോൾ ചില പ്രതികരണങ്ങളായി വരുന്നുണ്ട്. അതായത് പോക്സോ കേസിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ അടയ്ക്കുമോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല, രാഹുൽ ഈശ്വർ കുറേ കാലം ജയിലിലൊക്കെ കിടന്ന് പാകത വന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ രാഹുലിൻ്റെ പല വർത്തമാനങ്ങളിലും ഒരു സത്യസന്ധതയുണ്ട്. അതൊന്നുമില്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. രാഹുൽ കൂടുതൽ അബദ്ധങ്ങൾ പറഞ്ഞ് വീണ്ടും ജയിലിലേക്ക് പോകാതിരിക്കട്ടെ, പാവം. അല്ല, പുള്ളി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഒരു പക്ഷേ അടുത്ത ആഴ്ച ഇത് പറയാൻ ഞാൻ ഉണ്ടാവില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് കഴിഞ്ഞ ആഴ്ചത്തെ അതിജീവിതയെ വീണ്ടും അധിക്ഷേപിച്ചു എന്നൊക്കെയുള്ളൊരു പരാതിയാണ്. പക്ഷേ ആ ഭർത്താവ് വന്നപ്പോഴേ ഭർത്താവിൻ്റെ ആരോപണങ്ങളും ഏറ്റെടുക്കാനോ ആ ഭർത്താവിൻ്റെ ആരോപണങ്ങളുടെ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാനോ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇപ്പോഴത്തെ പരാതി. പക്ഷേ ഇതൊക്കെ ഒരു സീക്വൻസ് നോക്കണം. ആദ്യ പരാതി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ്. ആദ്യ പരാതിയിൽ വീഴാതെ വന്നപ്പോൾ പെട്ടെന്നൊരു രണ്ടാം പരാതി ഉയർന്നു വരുന്നു. അവിടെ വീഴാതെ നിന്ന രാഹുലിനെതിരെ ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവിനെ കളത്തിലിറങ്ങുന്നു. അതിലും വീണില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആ 3 മാസം. രാഹുൽ പാലക്കാട് നിറഞ്ഞ് കൂടുതൽ സജീവമായി കരുക്കൾ നീക്കി തുടങ്ങി. അതിന്റെ ശബരിമല വിഷയം കത്തി നിൽക്കുന്നു. ശബരിമലയിലെ തന്ത്രി അറസ്റ്റിലായി. കൂടുതൽ വിവാദപരമായ അറസ്റ്റുകൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുമെന്നുള്ള ഒരു പൊതുപ്രതീതി വളരുന്ന സന്ദർഭത്തിൽ 3-ാം പരാതിക്കാരി പെട്ടെന്ന് രംഗത്തെത്തുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ക്രൊണോളജി നോക്കുമ്പോൾ നമുക്ക് ഇതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ സംശയിക്കാം. രാഷ്ട്രീയപരമായ വേട്ടയാടലാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. ഭരണകൂടത്തിൻ്റെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നീക്കങ്ങളാണോ എന്നും നമുക്കിതിനെ കുറ്റം പറയുക വയ്യ. എങ്കിലും ഇപ്പോൾ പ്രതിരോധത്തിൽ അകപ്പെടാതെ കോൺഗ്രസ് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇയാളെ നേരത്തെ പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ്. ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്ന് നിസ്സംശയം പറയാം. എന്തു തന്നെയായിരുന്നാലും ചെറുപ്പക്കാർക്ക് ഒരു വലിയ പാഠം തന്നെയാണ്, യുവാക്കൾക്ക് ഒരു വലിയ പാഠമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജീവിതം. അതുകൊണ്ട് ഇത് ഇത്തരം അപകടങ്ങളായിരുന്നു. കേരളത്തിലെ പുരുഷന്മാരുടെ വീര കഥാപാത്രമാണ്. നിങ്ങളെ മാതൃകാ പുരുഷനാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന തമാശയ്ക്ക് അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരിൽ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മാതൃകയാക്കരുത് എന്ന് മാത്രം തന്നെയാണ് പറയുന്നത്. ഇത്തരം ചതിയിൽ അകപ്പെടുകയോ ചതി ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതല്ല, രാഹുൽ മാങ്കൂട്ടം ചെന്ന് വീണു എങ്കിൽ രാഹുലിലേക്ക് ചെന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതെ, അത്തരം കഥാപാത്രങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.